വർണ്ണ വർഗ വിവേചനങ്ങൾക്ക് അതീതമായി കേരളീയർ ഒന്നായി ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നായ ഓണം. സാങ്കല്പികതയുടെ ഉത്കൃഷ്ടഭാവം അതും നമ്മെ ഭരിച്ചിരുന്ന ഒരു ഉത്തമനായ നീതിമാനായ ചക്രവർത്തി സമത്വത്തോടും സത്യസന്ധതയോടും സമ്പൽ സമൃദ്ധിയിൽ നമ്മെ സ്നേഹിച്ച് ഭരിച്ചിരുന്ന നന്മയുടെ നിറകുടമായ മഹാബലി ചക്രവർത്തി. ആ സമൃദ്ധിയുടെ ഓർമ്മകളെ നമ്മുടെ പത്തനംതിട്ടയുടെ അഡീഷണൽ ഡിസ്ട്രിക്ട് കൺസൾട്ടന്റ് ബഹുമാനായ ജയഗോപാൽ സാർ സമർപ്പിക്കും. നമ്മുടെ ഈ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റായ ബഹുമാനായ സാംബുഷി സാറാണ്, പ്രിയപ്പെട്ട ബാർ അസോസിയേഷൻ ട്രഷറർ ജോബാൻ ബഷീർ അവർ, ബഹുമാനായ നമ്മുടെ ജില്ലാ ജഡ്ജി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു രോഗസംബന്ധമായി ഇന്ന് വരുന്നില്ലാന്നുകൊണ്ട് അദ്ദേഹം എത്തില്ല എന്ന് അറിയിച്ചിരുന്നു. ബഹുമാനായ ശ്രീരാജ് സാർ അഡീഷണൽ ഡിസ്ട്രിക്ട് അസോസിയേഷൻ അവർ, ബഹുമാനായ നമ്മുടെ ജയകുമാർ സാറ് NACT സെഷൻസ് ജഡ്ജ്, അതുപോലെ പ്രിയങ്കരനായ ജയകുമാരൻ സാർ, മറ്റ് ജുഡീഷ്യൽ ഓഫീസർമാർ, പ്രോസിക്യൂട്ടർമാർ, സീനിയർ അഭിഭാഷകർ, സഹോദരി സഹോദരന്മാരെ, എല്ലാ ആഘോഷവേളയിൽ പത്തനംതിട്ട ബാർ അസോസിയേഷൻ അത് വിരുന്നൊരുക്കി ഈ ആഘോഷം പങ്കിടുന്നത് ഒരു വർഷമായി നടത്തിയിരുന്ന ഒരു പരിപാടിയാണ്. ഈ പൊതുവെ നമ്മുടെ ഒരു ജോലിയുടെ സ്വഭാവം വെച്ചിട്ട് അങ്ങേയറ്റം മാനസിക സമ്മർദ്ദവും അങ്ങേയറ്റം ജീവിതശൈലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ ഇതുപോലുള്ള ആഘോഷവേളകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കിട്ട് എല്ലാവരുമായിട്ടും സഹകരിച്ച് ഉന്നത വിജയം അക്കാഡമിക് രംഗത്ത് നേടിയ ആൾക്കാരെ ഇവിടെ വെച്ച് മൊമെൻ്റോ നൽകി ആദരിക്കുന്നുണ്ട്. പലരും വിദ്യാർത്ഥികളും ഇവിടെ എത്തിയിട്ടില്ല, അവർക്കൊക്കെ പരീക്ഷകളൊക്കെയാണ്. അത് മാതാപിതാക്കൾ ആയിരിക്കുന്നത് ഏറ്റുവാങ്ങുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അവരെയും അവരുടെ മാതാപിതാക്കളെയും അഭിനന്ദിക്കുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും പത്തനംതിട്ട ജില്ലാ ബാർ അസോസിയേഷൻ്റെ പേരിൽ ഓണാശംസകൾ നേർന്നുകൊണ്ട് അനുവാദം അവസാനിക്കുന്നു. ബഹുമാന്യനായ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ശ്രീ ജയകുമാർ സാറിന് സാദരം ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു മണിയോടെ എന്നോടൊപ്പം വേദിയിലായിരിക്കുന്ന ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീ സാം ജോസെ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, സ്വാഗതാശംസിച്ച അഡ്വക്കേറ്റ് ശ്രീ സിറാജുദ്ദീൻ, ബാർ അസോസിയേഷൻ സെക്രട്ടറി, വേദിയിലിരിക്കുന്ന ബാർ അസോസിയേഷൻ ട്രഷറർ, മറ്റ് സദസ്സിലിരിക്കുന്ന സഹ ന്യായാധിപരെ, അവകാശ സുഹൃത്തുക്കളെ, മറ്റ് പ്രിയപ്പെട്ടവരെ, ഞാനിന്നൊരു പകരക്കാരനായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ഓണ സന്ദേശം നൽകുന്നതിനായി നിൽക്കുന്നത്. നമ്മുടെ ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ ഹരികുമാർ സാറിന് അത്യാവശ്യമായി അദ്ദേഹത്തിൻ്റെ പേരൻസ് ഹോസ്പിറ്റലായത് കാരണം പോയിട്ട് വന്നതിനാലാണ് ഈ ഒരവസരത്തിൽ എനിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടതായി വന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് നമുക്ക് മനസ്സിലായി, ഓണം സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നാളുകളാണ്, നാളുകളായിരുന്നു, നാളുകളാണ്, നാളെയും അങ്ങനെ ആയിരിക്കും എന്ന
2023-24 അധ്യയന വർഷത്തിൽ വിവിധ പഠനങ്ങളിൽ നമ്മുടെ ബാറിലെ അഡ്വക്കേറ്റ് കുടുംബത്തിൽ നിന്ന് ഉന്നത വിജയം കൈവരിച്ചവരെ അനുമോദിക്കുക എന്നതാണ് മെറിറ്റ് ഫെസ്റ്റ്. ഈ വർഷത്തെ മെറിറ്റ് അവാർഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായി ബഹുമാനനായ ഡിസ്ട്രിക്ട് ജഡ്ജ് ജയകുമാർ ജോൺ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളട്ടെ. പേരുകൾ വിളിക്കുന്നതായിരിക്കും. വന്നു കഴിഞ്ഞു. കേരള SSLC ഉന്നത വിജയം കൈവരിച്ച അഡ്വക്കേറ്റ് ആജി തോമസ് മേമനായുടെയും ബിനി വർഗീസിന്റെയും മകൻ റിച്ചാർഡ് അജീത് തോമസ്. കുറച്ചു പേർക്കൊക്കെ പരീക്ഷയുള്ളതിനാൽ ഇന്നേ ദിവസം ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയും അടുത്തത് അഡ്വക്കേറ്റ് നിഷ രാജേന്ദ്രന്റെയും അഭിലാഷ് മനോഹരന്റെയും മകൻ കാശിനാഥ് A. അഡ്വക്കേറ്റ് സിനി KJയുടെയും മിസ്റ്റർ അനീഷ് കുമാർ എസിന്റെയും മകൻ അഭിനവ്. അഡ്വക്കേറ്റ് സീമ എസിന്റെയും PS ഗോപിയുടെയും മകൾ ഗൗരി GS. അഡ്വക്കേറ്റ് ദിനേശിന്റെയും ശ്രീമതി ബിന്ദു ഭാസ്കറിന്റെയും മകൻ ആദിശങ്കരൻ. ഇനിയും CBSE 10 അഡ്വക്കേറ്റ് സന്തോഷ് SDയുടെയും ശ്രീമതി S രശ്മിയുടെയും മകൻ അഭിജയ്. അഡ്വക്കേറ്റ് ലൗജിത് K ആനന്ദിന്റെയും അഡ്വക്കേറ്റ് ഗിനി തോമസിന്റെയും മകൾ നക്ഷത്ര M ലൗജിത്. ഇനി +2 കേരള അഡ്വക്കേറ്റ് ഹരി Pയുടെയും ശ്രീമതി അജിതയുടെയും മകൾ ലയ ഹരി. അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ Kയുടെയും ശ്രീമതി രഞ്ജന ആറിന്റെയും മകൾ ഹൃദ്യ S. അഡ്വക്കേറ്റ് പ്രശാന്ത് P കുറുപ്പിന്റെയും ശ്രീമതി സ്വാതിയുടെയും മകൾ അമൃത P കുറുപ്പ്. ഇനിയും ICSE +2 അഡ്വക്കേറ്റ് മാത്യു ചോക്കയുടെയും അഡ്വക്കേറ്റ് എലിസബത്ത് തോമസിന്റെയും മകൻ തോമസ് മാത്യു ചാക്കോ. ഇനി നമുക്ക് പ്രൊഫഷണൽ അച്ചീവ്മെന്റ്സ് ആണുള്ളത്. അഡ്വക്കേറ്റ് അനിൽ വർഗീസിന്റെയും ശ്രീമതി ബിന്ദു വർഗീസിന്റെയും മകൻ ആൽബൻ K വർഗീസ് MBBS കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ്. അടുത്തതും പ്രൊഫഷണൽ അച്ചീവ്മെന്റ് ആണ്. അഡ്വക്കേറ്റ് മാത്യു ചാക്കോയുടെയും അഡ്വക്കേറ്റ് എലിസബത്ത് തോമസിന്റെയും മകൻ ഡോക്ടർ പീറ്റർ മാത്യു ചാക്കോ BAMS കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ്. പ്രൊഫഷണൽ അച്ചീവ്മെന്റ് അഡ്വക്കേറ്റ് ശ്യാം കുരുവിളയുടെയും ശ്രീമതി സൂസൻ കുരുവിളയുടെയും മകൾ അലീറ്റ ആൻ കുരുവിള MBBS കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ്.
ഇനി പ്രൊഫഷണൽ അച്ചീവ്മെന്റ് എഞ്ചിനീയറിംഗ് വിഭാഗം അഡ്വക്കേറ്റ് PM രമേശിന്റെയും ശ്രീമതി മായയുടെയും മകൻ ദേവനാരായൺ R. MTech മദ്രാസ് IIT. ഇനിയുള്ളതും പ്രൊഫഷണൽ അച്ചീവ്മെന്റ് ആണ്. അഡ്വക്കേറ്റ് ലാലു ജോണിന്റെയും ശ്രീമതി വീണ ടെയും മകൻ ആനന്ദ് ലാലു ജോൺ. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി അഡ്വക്കേറ്റ് ബാർ അസോസിയേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് ജോമോൻ കോശി. വേദിയിലും സദസ്സിലുള്ളവർക്ക് എന്റെ സ്നേഹവന്ദനം. 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. ഈ ഓണപരിപാടിയുടെ നടത്തിപ്പിന് രാപ്പകൽ ഞങ്ങളോടൊപ്പം നിന്ന ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സാം കോശി സാറിനെ ഞാൻ സ്നേഹപൂർവ്വം എന്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളു. ഞങ്ങളുടെ പ്രിയങ്കരനായ അഡീഷണൽ 1 ഡിസ്ട്രിക്ട് ജഡ്ജ് ജയകുമാർ ജോൺസൺ ഏത് പരിപാടികളും ഞങ്ങൾ വിളിച്ചാൽ വരുന്ന സാറാണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ചെയ്തത്. ഹരികുമാർ സാറാണ് ഒഫീഷ്യലി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവിന് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായി ഹോസ്പിറ്റലായതിനാൽ പോകേണ്ടി വന്നതുകൊണ്ട് ആ അസാന്നിധ്യം വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് ഞങ്ങൾക്കൊപ്പം വന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുകയും മെറിറ്റ് അവാർഡ് വിതരണം നടത്തുകയും ചെയ്ത സാറിനോടുള്ള നന്ദി പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് സ്വാഗത പ്രസംഗം TH സിറാജിനോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച മുഴുവൻ ജില്ലാ ജഡ്ജി അഡീഷണൽ ജില്ലാ ജഡ്ജിമാരെയും CJMനെയും സബ് ജഡ്ജിനെയും മുനിസിപ്പൽ മജിസ്ട്രേറ്റിനെയും JFMC 1ഉം JFM 2ന്റെ ചാർജുള്ള ജുഡീഷ്യൽ ഓഫീസർമാരെ എൻ്റെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ GP ഇവിടെ എത്തിച്ചേർന്ന സാറിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. അഡീഷണൽ GPമാരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ DDPയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എങ്ങും തൊട്ടയില്ല ഞാൻ മറന്നു മകളെ എല്ലാം മറക്കുക പഠിച്ചു മനസ്സിൽ തടഞ്ഞു വെച്ചു മറന്നു ശിഷ്യ ഏതെങ്കിലും അഭിഭാഷകർക്ക് പാട്ട് പാടാൻ താല്പര്യപ്പെട്ട് വരാവുന്നതാണ്. അല്ലെങ്കിൽ ഉടൻ തന്നെ കസാലകളിൽ സുന്ദരിക്ക് പൊത്തുകൊടിയിൽ എന്നീ പരിപാടികളിലേക്ക് നമുക്ക് കിടക്കേണ്ടതാണ്.
അലൻ ലാലു ജോണിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ലാലു ജോൺ മൊമെന്റോ സ്വീകരിക്കുന്നു. ഗൗരി GS വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് സീമ രാമകൃഷ്ണൻ മൊമെന്റോ സ്വീകരിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മുടെ സ്റ്റേജിന്റെ പ്രധാന ഭാഗത്ത് സുന്ദരിക്ക് തൊട്ടുകൂടി അടുത്ത ചെയ്തോ മാറ്റിക്കോ ഒന്നുകൂടെ മാറ്റിക്കോ. ഒരു കസേര മാറ്റിക്കോ. വെച്ചോ. സ്പീഡ് വേണം. നടക്കാനായിട്ട് സ്പീഡ് വേണം. നടക്കാണോ? ഒന്നൂടെ ഒരു ചേട്ടൻ മാറ്റിക്കോ. പാട്ടല്ല നോക്കണേ അനൗൺസ് ചെയ്യാം. പറഞ്ഞു അനൗൺസ് ചെയ്യണോ? തുടങ്ങിക്കോ. സ്പീഡ് നിൽക്കാൻ പറ്റത്തില്ല. സ്പീഡ് വേണത്തില്ല. സ്പീഡിൽ നടക്കാൻ പാടില്ല. നടക്കാൻ പാടില്ല. അല്ലല്ല, ബിജു നിൽക്കുന്നത്. ബാക്കൗട്ട് വരാൻ പാടില്ല. ബിജു കയർ. മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. ഈ 4 പേരെയും വളരെ നല്ല കയ്യോടുകൂടി എല്ലാവരും പ്രോത്സാഹിപ്പിക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിൽക്കാൻ പാടില്ല. മുൻപോട്ട് തന്നെ ഇരിക്കുക. നടക്കാൻ പാടില്ല. പിന്നെ ഓടിക്കട്ടെ. ഒന്നുകൂടെ പോയി ആവേശകരമായ അന്ത്യത്തിലേക്ക് വരികയാണ്. ഒരെണ്ണം മാറ്റിക്കും. ഇനി 2 കസേര മാത്രം. സെക്രട്ടറി കയ്യടി. സ്പീഡ്. നടക്കാൻ പാടില്ല. സ്പീഡില്. സെക്രട്ടറി ഉടായിപ്പാണ്. സ്പീഡ്. ഞാൻ പോരാൻ പാടില്ല. സ്പീഡില്. സെക്രട്ടറി കസേര പിടിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തനി സ്വഭാവം അദ്ദേഹം കാണിച്ചിരിക്കുകയാണ്. സ്പീഡില്. ആവേശകരമായ അന്ത്യത്തിലേക്ക് 2 പേര് മാത്രം. അത് പോട്ടെ. സ്പീഡ്. ഇട്ടോ. എല്ലാവരും കൈയടിച്ചേ. പറ്റത്തില്ല. സ്പീഡ് വേണം. സ്പീഡില്. എല്ലാവരും കൈയടിച്ചേ. കൈയടി പോരാ. കസേരയിൽ പിടിക്കാൻ പാടില്ല. സെക്രട്ടറിയോട് പ്രത്യേക നിർദ്ദേശമാണ്. കസേരയിൽ പിടിച്ച് ഇരുത്താൻ പാടില്ല. സ്പീഡില്. അവസാനിക്കുകയാണ്. കുറച്ച് കൂടി ഓടി വരും. അല്ല, പറ്റത്തില്ല.
സ്പീഡിലുള്ള സെക്രട്ടറി നിർദ്ദേശം പാലിച്ചിരിക്കുകയാണ്. അദ്ദേഹം നിർത്തുകയില്ല. 3 പ്രോത്സാഹിപ്പിച്ചേ ഒരാൾ ഉപയോഗിക്കാണ്. ആവശ്യമില്ല. ആഹാരം കൂടി പോയാണോ അതോ കഴിക്കാനാണോ അറിയില്ല. നടക്കാൻ പാടില്ല. മോൾ പോലെ ഒരു ചേരുടെ മാറ്റിക്കോ. കസേര കസേര ഇരിക്കാൻ പാടില്ല. പാട്ട് നിൽക്കല്ല. సరిగా అవ్వచ్చు. సరిగా ఎങ്ങനെ పోతాను. പാട്ട് കേട്ടോണ്ടാണ് ഒരിക്കലും മാറ്റിട്ട് വളരെ ആവേശകരമായ അംഗത്തിലേക്ക് അടുക്കുകയാണ്. 5 എന്നീ ചേരുവകൾ മാത്രം. ഞാനല്ല പറഞ്ഞു, അവിടെ ഒന്നും കഴിയണ്ടേ. പോയി പാട്ടില്ല. റെഡി ഓപ്പൺ മാത്രമേ ഉള്ളൂ. ഒന്നും പറ്റില്ല. അല്ലല്ല ഒരു അറ്റംപ്റ്റ് പോരാ. അല്ലല്ല ഒരു അറ്റംപ്റ്റ് ഒന്ന് കഴിച്ച് ഈ വർഷത്തെ പാസാക്കിയ ശീലമുള്ളൂ. കൂടത്തുള്ള പറയുമ്പോൾ ഇരിക്കാൻ പാടില്ല. ഇവിടെ ഭയങ്കര കള്ളിയാ. അർച്ചന സൂക്ഷിച്ചോണം.
എല്ലാം പറഞ്ഞ അന്നേരത്തെ ഇരിക്കുകയാണ്. അത് പാടില്ല. അവസാന ലാപ്പിലേക്ക് എത്തിക്കുകയാണ് മത്സരം. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അവസാന എത്തിക്കുകയാണ്. സ്പീഡ് വേണം. ഈ ജയിക്കുന്നവർക്ക് സെക്രട്ടറിയുടെ വക പ്രോത്സാഹന സമ്മാനമുണ്ട്. ഉണ്ടോ? അല്ലല്ല ആദ്യം ഇരുന്നിരുന്നു ഒന്നുകൂടെ ഈ വേറെ പാട്ട് വെക്ക്. കേൾക്കാം, വേറെ പാട്ട് വെക്ക്. ഈ പാട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പാട്ടാ. അല്ല വേണ്ട, അതല്ല മത്സരം രസമല്ലേ ഇതൊക്കെ. അല്ലല്ല ഒന്നുകൂടെ നിർത്താൻ നേരത്തെ സ്റ്റോപ്പ് എന്ന് പറയും. ആ തുടങ്ങി. സ്പീഡിൽ വേണം. പറയുന്നത് അങ്ങനെ ഇടണം. തിരിച്ചു വന്നിരിക്കാൻ പാടില്ല. കറക്കത്തിൽ തന്നെ നേരെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കാൻ പാടുള്ളൂ. സ്റ്റോപ്പ്. ആ എനിക്ക് അപ്പോഴാ തോന്നി ഇപ്പോൾ കള്ളിയാ. ഇവിടെ വിജയശ്രീ ലാളിതയായി. കസരകളെ പറ്റി എന്താ പറയുന്നത്? താങ്കളുടെ അഭിപ്രായം എന്താ കസരകളെ പറ്റി? ഭാരത് സ്റ്റേഷൻ സെക്രട്ടറിയുടെ വകയായിട്ട് വേണ്ട. സുന്ദരന്മാരെല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. സുന്ദരന്മാരൊക്കെ ഇങ്ങോട്ട് കടന്നു വന്നേ. ദിനേശ് സാറേ കറങ്ങാറുണ്ട് കേട്ടോ. സരിയെ ചിരിക്കല്ലേ, അപ്പൊ വിഷയം മനസ്സിലാക്കും. സരിയെ മാറി നിൽക്കണം. ആ ഭാഗത്തൊന്നുമല്ല സുന്ദരി. ആ ഇനി കിട്ടെ അണിയ പക്ഷേ വില്ലണ കേട്ടോ. ആണോ ആ ലെഫ്റ്റ് ഹാൻഡ്. അതാ സുന്ദരി മാറിക്കോ സുന്ദരി മാറിക്കോ. അതാ സുന്ദരിയുടെ ഏതാണ്ട് അടുത്തെത്തിയിരിക്കുകയാണ്. ഇതെങ്ങനെ പിടിച്ചു കാണാൻ കേട്ടോ. മനു വളരെ സുന്ദരിയുടെ കൃത്യസ്ഥലത്തേനെ കുത്തിയിരിക്കുകയാണ്. കൃത്യസ്ഥലത്തേനെ കുത്തിയിരിക്കുകയാണ്. പുള്ളി തന്നെ പ്രഖ്യാപിച്ചു പുള്ളി ജയിച്ചാൽ കേട്ടോ. കുത്തണമല്ലോ. എന്നിട്ട് ഏറ്റവും അടുത്ത് വരുന്നവർക്കല്ലേ പിന്നെ വിജയ് വർഗീസ് കോശി. വളരെ ഇഷ്ടം പോലെ സുന്ദരിമാർക്ക് പൊട്ടുതൊട്ടിട്ടുള്ള വിജയ് വർഗീസ് കോശി ഇതാ വന്നിരുന്നിരിക്കുന്നു. അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാൻ പൊട്ടുതൊടാൻ. സമ്മാനം ഒരു ബോണ്ട ഒരു പരിപ്പ് വട. ഈ പാർട്ടിയെ കൊണ്ടുപോയിക്കോളാം. ആ ഒറിജിനൽ സുന്ദരിയെ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എടാ അഡ്ജസ്റ്റ് ചെയ്തത് ഇവൻ കള്ളനാ. ഓ അങ്ങനെ നമ്മുടെ ഭാഗത്ത് ഏറ്റവും നീളം കുറഞ്ഞ മത്സരമാണ്. അത് എങ്ങനെ അവിടെ ഉണ്ടോ? ഇത് പശയുള്ള സ്ഥലമാണ്. ആണോ? പശ ഇല്ലാത്ത സ്ഥലം അല്ലയോ?
നമ്മുടെ ഭാരതസൂചന പ്രസിഡന്റ് സാങ്കോഷ് സാറ് സുന്ദരിയെ കൊണ്ടുവിടാൻ പോകാൻ തോന്നുന്നു. സാങ്കോഷ് സാറെ കൊട്ടുകൊണ്ടിട്ടേ പോകാവൂ. സമീറെ അതോ എത്ര കറക്റ്റായിട്ടാണ് ഞാൻ നീ പോകുന്നത്. അല്ല ചുമ്മാ കളിയാക്കരുത് കേട്ടോ. ലെഫ്റ്റ് അതേ തൊട്ടിട്ട് അറിയാമല്ലോ. മനനെ തോപ്പിച്ചുകൊണ്ട് 1ാം സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ്. എന്താടാ വിട്ടില്ല എന്താണ് ഇത്? സുന്ദരി സുന്ദരി ചാവല്ലേ എവിടാ എവിടാ എടാ ഇത് 1ാം സ്ഥാനം ഞാൻ അടിക്കും. മുടിയാലാണതാ ഇത് ഞാനാ മുടിയാല്. എനിക്ക് ആ ഭാഗമായി ഇഷ്ടം. അങ്ങനെ പറഞ്ഞാ മതി. ഇപ്പൊ ഇതുവരെ ഞാനാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. എന്നെ തോപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം. നീ ആരാ? ഒത്തിരി സുന്ദരിമാർക്ക് പൊട്ടുവിട്ടുള്ള ഒരു മനുഷ്യനാണ്. രഹസ്യമായിട്ടാണ് പൊട്ടുവിടുന്നത്. യുവ കോമളനായ ഒത്തിരി സ്ത്രീകളുടെ ആരാധ്യ പുരുഷനായ ഗോപാലകൃഷ്ണനായ അജിൽ മനുഷ്യനാണ്. മോഹൻലാലിനെ പോലെ ഒരു സൈഡ് ഒന്ന് ചരിച്ചു വെച്ചിട്ട് പോയി വരും. കള്ളനാ ആണോ? അതെ ഏകദേശം സുന്ദരിയുടെ പൊട്ട് സുന്ദരി തൊട്ടപ്പോൾ ഇത്ര വൃത്തിയാവത്തില്ല. ആണ്ട് ഏകദേശം കറക്റ്റാണ്. എന്താ സുന്ദരിയുടെ പൊട്ട് കൃത്യമായിട്ട് മുടിയിലൊക്കെ പിടിച്ചു നോക്കിയിട്ടാണോ പൊട്ടിടുന്നത്? അതാ വിജയശ്രീ ലാളിതനായി അജീവ് രാജൻ കണ്ടോ നമ്മൾ ഓക്കെ. ഞാനും എന്റെ ശിഷ്യനും അതെന്റെ നേരെ നോക്കണം, കുനിഞ്ഞു നോക്കാൻ പാടില്ല. ഇനിയുണ്ടോ? ഇനി എന്തോ രണ്ടുപേരാണ് അല്ല രണ്ട് വീഡിയോ ആരെടുക്കും? എടുത്തു. ഒന്ന് മുമ്പോട്ടാക്കി വിട്ട് ജേഷ കീഴക്കട മനസ്സിലാക്കി കീഴക്കട
കീഴക്കൂടെ രണ്ടാമത്തെ താഴെക്കൂടെയാണ് മഞ്ഞുകൂടെ മേൽക്കൂടെ അല്ല ജയകൃഷ്ണ നീ സൈസ് കൂടുതലായോണ്ടാ പറ്റുന്നത് അകത്ത് കിടന്ന് ജയകൃഷ്ണൻ അടുത്ത കാലത്ത് സുനിലിന് കൊണ്ടേയിരിക്കും. നേരെ വേണം, അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞില്ല പറഞ്ഞു. ഒരാളുടെ വാ നന്ദി വാ അപ്പൊ വാ ഇത് വലിച്ചോണം. ടൈറ്റൻ ചെയ്യാം. അടുത്ത വിഷയം ടൈറ്റൻ ചെയ്യുമോ? രണ്ടാമത്തെ വിഷയം ടൈറ്റൻ ചെയ്യുന്നു. മൂന്നാമത്തെ വിഷയം ലോങ് വിഷയിലെ കളിക്കാൻ പാടുള്ളൂ. പടം മുറുക്കിയതിന് ശേഷം ഫൈനൽ ബിസില് പടം എടുക്കുക, പടം കൈ മുറുക്കുക, ഫൈനൽ ബിസില് മുറുക്കി കഴിഞ്ഞിട്ട് ഫൈനൽ ബിസില്. മല്ലന്മാരാണ് മല്ലന്മാർ പോരാളികൾ. കിടിലം. അതെ എന്താ പോരാളികൾ. ആദ്യത്തെ വിഷയില് പടം എടുക്കുക. വളരെ ഭീകരന്മാരാണ് ഇവിടെ അതിഭീകരന്മാർ. ഇവിടെ എങ്ങനെ പിടിക്കേണ്ട അറിയോ? എങ്ങനെ പിടിക്കുന്നത്? ആദ്യത്തെ എല്ലാ കല്യാണം കഴിച്ചാൽ അപ്പുറത്തിപ്പുറത്ത് മതി.
ഹെഡ് ടൈൽ നേരത്തെ പറഞ്ഞു ടൈൽ നേരത്തെ പറഞ്ഞു സൈഡിന് ആ ഈ സൈഡിന് ഒറ്റ പ്രാവശ്യം ആരിപ്പോ വിളിച്ചു നിങ്ങൾ ഇവർ ടൈൽ വിളിച്ചു നിങ്ങൾ ഹെഡ് വിളിച്ചു നിങ്ങൾക്ക് ഹെഡ് വീണാൽ നിങ്ങൾക്ക് ഇവിടം ഇവർക്ക് ആ ടൈലെങ്കിൽ ഇവർക്ക് ഇവിടം ഇച്ചിരി മാറി ഇത്രയും താഴെ വീണ ഇനി ബെസ്റ്റ് രണ്ടുപേരും സെയിമായി ഇച്ചിരി അവിടെ മാറി ഇരിക്കാമെങ്കിൽ താപ്പോട്ട് വരുന്ന പൈസ ഫസ്റ്റ് വിസിൽ എടുക്കാൻ പോവാണ് ഇങ്ങോട്ട് വരാൻ പറ്റും അടിക്കല്ല പടം എടുക്കാനുള്ള വിസിലാണ് അങ്ങോട്ട് പിടിക്കാം അങ്ങോട്ട് പിടിക്കാം അടുത്ത ലോങ് മിസിലാണ് ആ നിങ്ങൾ ജയിച്ചല്ലോ ജയിച്ചല്ലോ ജയിച്ചെന്നോ 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 ജയിച്ചേ